ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ഫോട്ടോഷൂട്ട് വ്ളോഗ് ആണല്ലേ. നമ്മൾ ഓണായി, നമുക്കറിയാം ഇൻഫ്ലുവൻസേഴ്സ് ആയാലും വ്ളോഗേഴ്സ് ആയാലും ആരായാലും ഓണം ഫോട്ടോഷൂട്ട് ഇല്ലാണ്ട് പറ്റില്ല. കാരണം നമുക്ക് പിക്ചേഴ്സ് അപ്ലോഡ് ചെയ്യണം, എല്ലാം ചെയ്യണം അല്ലേ നമ്മുടെ ഹാൻഡിൽസിലേക്കൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഓണം ഫോട്ടോഷൂട്ടിൻ്റെ ഡേ ആണ് കേട്ടോ. അതേ നോക്ക്, നമ്മുടെ കൂടെ വിപിന ഉണ്ട്. വിപിനാട്ടോ എനിക്കിന്ന് മേക്കപ്പ് ചെയ്ത് തരുന്നത്. ഹായ് വിപിന. വിപിനയുടെ ഇതിന്റെ പേരെന്താ? അതെ, വിപിന വിൽസൺ മേക്ക് ഓവർ. പേജൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്ക്, എന്തായാലും ചെക്ക് ചെയ്യാം. വിപിന നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അലീന ഉണ്ട് കേട്ടോ. എനിക്കുള്ള ക്യാമറയ്ക്ക്. സോ അപ്പൊ ഞങ്ങള് സ്റ്റാർട്ട് ചെയ്യട്ടെ. ഞങ്ങൾ ഹിൽ പാലസ് ആട്ടോ പ്ലാൻ ചെയ്തേക്കണം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യട്ടെ. അത്യാവശ്യം ഞങ്ങൾ ലേറ്റ് ആട്ടോ. പിന്നെ ഹിൽ പാലസ് ആയിട്ട് കുഴപ്പമൊന്നുമില്ല. ഏകദേശം നമുക്ക് ഏത് സമയത്തോടെ കയറിയാലും കുഴപ്പമില്ല. വൈകുന്നേരം 5 മണി വരെ ടൈം ഉണ്ട്. അതുകൊണ്ട് നമുക്ക് കൂളായിട്ട് ഒന്ന് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കണ ഒരു സെറ്റ് മുണ്ട് ലുക്കാണ് കേട്ടോ. അതിന്റെ കൂട്ടത്തിൽ കുറച്ച് അരളിപ്പൂവൊക്കെ വെച്ചിട്ട് നല്ലൊരു ലുക്കാണ് പ്ലാൻ ചെയ്തേക്കണം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ആൾക്ക് പിക്ചർ എടുത്ത് കൊടുത്തിട്ട് എനിക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞോട്ടെ. എങ്ങനെയാണോ വേണ്ടത് അതുപോലെ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് വിപിന. അപ്പൊ നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഹെയർ ജസ്റ്റ് കേൾ ചെയ്തിട്ട് ഇതിന് സെറ്റ് ചെയ്യാനുണ്ട്. ആ സമയം കൊണ്ട് വിപിനെ എനിക്ക് സാരി ഉടുപ്പിച്ച് തരാം കേട്ടോ. സെറ്റ് മുണ്ട് ഉടുപ്പിച്ച് തരാണ്. ഈ ബ്ലൗസ് ഇല്ലേ, വി സ്റ്റാറിൽ നിന്ന് ഞാൻ മേടിച്ചതാട്ടോ കഴിഞ്ഞ ദിവസം. ബ്ലാക്ക് ബ്ലൗസ് ഒന്നും തയ്പ്പിക്കാനുള്ള സമയമൊന്നും കിട്ടില്ല. വി സ്റ്റാറിൽ നിന്ന് റെഡിമെയ്ഡ് ബ്ലൗസ് എടുത്തതാണ്. കൊള്ളാട്ടോ, പക്ഷെ നല്ലതാണ്. 400 സംതിങ് ആയത്. നല്ല ബ്ലൗസ് ആണ് ഇത്. നമ്മൾ കണ്ടാലും ഒരു ബ്ലൗസിന്റെ ഫീലൊക്കെ തന്നെ ഉണ്ട്. അതേ സെറ്റ് മുണ്ട് ഡ്രൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഹെയർ ആണെങ്കിലും മേക്കപ്പ് ആണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നൈസ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കൊള്ളാടാ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്. ഇനി ഹെയർ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഇത്തിരി നാടൻ മലയാളി മങ്കയൊന്നും ആവട്ടെ കേട്ടോ. ഞാൻ ഫുൾ ലുക്ക് കഴിഞ്ഞിട്ടില്ല കേട്ടോ, സെറ്റ് ചെയ്തോണ്ടിരിക്കണതേ ഉള്ളൂ. ദേ നമ്മുടെ അരളിപ്പൂവും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് മുടിയിലേക്ക്. ലാസ്റ്റ് മിനിറ്റ് ആയപ്പോഴത്തേക്ക് അവൻ എനിക്ക് താഴത്തും കൂടി ഒന്ന് കേൾ ചെയ്തിട്ട് എനിക്കിതേ പൂവ് സെറ്റ് ചെയ്ത് തന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇന്ന് ഇവിടെയൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. കണ്ണിത്തിരിയും കൂടി താഴത്ത് വീതിക്ക് എഴുതാനുണ്ട് കേട്ടോ. അത്രയും കാര്യങ്ങളാണ് എനിക്ക് ചെയ്യാനുള്ളത്. എടാ, നിനക്ക് ഇഷ്ടപ്പെട്ടോ? ചോദിപ്പിച്ചൊക്കെ പറയിപ്പിക്കണേ. അടിപൊളിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ദേ ഫുൾ മേക്കപ്പും ഹെയറും ഒക്കെ കഴിഞ്ഞ് ഞാൻ നാറ്റിക്കരുത്, അപമാനിക്കരുത്. എന്തിനു വെച്ചിരിക്കണ? പേടിച്ചോയോ? അങ്കിതേ എന്റെ ഫുൾ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളത് ഹിൽ പാലസിലേക്ക് പോവാട്ടോ. ഫുൾ സെറ്റ് നമ്മുടെ കൂട്ടത്തിലുണ്ട്. അനന്തോ ഉണ്ട്. ഇന്ന് എന്റെ ഡ്രൈവർ അനന്തോ ആട്ടോ. അല്ലെ, അനന്തോ അല്ലേ ഡ്രൈവർ? സ്പെക്കൊക്കെ വെച്ച ചുള്ളനായ ഡ്രൈവർ. പിന്നെ ദഞ്ചു ഉണ്ട്. ഇവിടെ ദഞ്ചു എന്ന് വിളിക്കണം എന്നാട്ടോ പറഞ്ഞേക്കണം. അല്ലേടാ, ധനം എന്നല്ല, ദഞ്ചു എന്ന് വിളിക്കണം. അപ്പൊ ഞാൻ ദഞ്ചു എന്ന് ഇനിമേലും അവനെ വിളിക്കത്തുള്ളൂ. പിന്നെ അലീന ഉണ്ട്. അലീന, നീ ഒന്ന് സംസാരിക്കും എന്തെങ്കിലും. അവൻ രാവിലെ തൊട്ട് ഒന്നും കേട്ടിട്ടില്ല കേട്ടോ അവന്റെ വായിന്ന്. അതെ. പിന്നെ വിപിന ഉണ്ട് കേട്ടോ. അതെ, നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ്, പ്രോ ആർട്ടിസ്റ്റും കൂടെ ഉണ്ട്. അപ്പൊ എല്ലാരും കൂടിയാണ് നമ്മൾ പോണ ഷൂട്ട് ചെയ്യാൻ വേണ്ടി. ശരിക്കും എനിക്ക് ഇന്നത്തെ ലുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അനന്ത് എങ്ങനെയുണ്ട്? അതെ, സാധാരണ അല്ലേ അനന്ത് എന്തെങ്കിലും ഞാൻ മേക്കപ്പ് ഒക്കെ ചെയ്ത് തരാൻ നിർത്ത്. കുറെ പുട്ടിയറിച്ചാണ് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയാം അല്ലേ. ഇന്നാണ് മേക്കപ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് പറയാം. എനിക്കാണെങ്കിലും അതെ കേട്ടോ, നല്ല ഇഷ്ടപ്പെട്ടു. ഇവൻ ഹെയറും ഇങ്ങനെ മെസ്സി ലുക്കൊക്കെ ചെയ്തേക്കണൊക്കെ നന്നായിട്ടുണ്ട്. എടുത്ത് അനഞ്ച് എങ്ങനെയുണ്ട്? ചാരു എങ്ങനെയുണ്ട് കാണാൻ? കണ്ട എഴുന്നള്ളിക്കാൻ ഇറക്കിയേക്കണ പോലെ എന്താ പറയണേ. എടാ, അവനെ എന്തോരം പറഞ്ഞിട്ട് കാര്യമില്ല. അവനെ മേക്കപ്പ് ഇല്ലാണ്ട് കണ്ടേക്കണേ. അതാണ് പോസിറ്റീവാണ് നമ്മുടെ. അതെ. അപ്പൊ ഞങ്ങള് ദേ ഇത്രയും പേരും കൂടി ഞങ്ങള് ഇവിടേക്ക് പോവാട്ടോ, ഹിൽ പാലസിലേക്ക്. അവിടെ ചെന്നിട്ട് വീഡിയോഗ്രാഫറിനെ എല്ലാരും പരിചയപ്പെടുത്തരാട്ടോ. ഫുൾ ഔട്ട്ഫിറ്റ് കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം കേട്ടോ. ജസ്റ്റ് ഇത്രയും ഭാഗം നിങ്ങൾ കാണണുള്ളൂ അല്ലേ ഞാൻ വ്ളോഗ് ചെയ്യാൻ നേരത്ത്. ബാക്കി ഔട്ട്ഫിറ്റ് ടോട്ടലി ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. പിന്നെ ഞങ്ങളിപ്പോൾ അതേ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്, ഹിൽ പാലസിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പെർമിഷൻ കാര്യങ്ങളെല്ലാം എടുക്കണം നമുക്ക്. അതിന് വേണ്ടിയിട്ട് അനന്തവും ധനഞ്ജയും കൂടി പോയിട്ടുണ്ട് കേട്ടോ, പെർമിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഓൾറെഡി കുറേ ഷൂട്ട്സും കാര്യങ്ങളൊക്കെ നടക്കുന്ന കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസമാണെങ്കിലും വന്ന് ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അതേ വീണ്ടും വന്നതാണ്. സോ ട്രഡീഷണൽ അറ്റയറിന് പറ്റിയ ഒരു സ്ഥലമാട്ടോ ഇത്. 1.5 മണിക്കൂറായാലേ പൊക്കത്തുനിന്ന് ഇങ്ങോട്ട് നടക്കണു. കുറേ നേരമായിട്ട് ഞങ്ങൾ നടക്കണു. പാർക്കിങ്ങിന് അവിടെ നിന്ന് തുടങ്ങിയതാണ് ലൊക്കേഷൻ ഹണ്ട്.
നിങ്ങൾക്ക് അറിയാലോ ഹിൽ പാലസ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സ്കാറ്റേഡ് ആയിട്ടല്ലോ ഓരോ പ്ലേസസ് ഉണ്ടാവുക. അപ്പോൾ ഞങ്ങൾ താഴത്തേക്ക് ഒരു 4 കെട്ടിൻ്റെയൊക്കെ അങ്ങോട്ട് പോകുക കേട്ടോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി. കഥച്ചോ നിങ്ങളൊക്കെ നടന്ന് ചെറുതായിട്ട് അതെങ്ങനെ കൈ മാത്രമല്ല അങ്ങനെയുള്ള ആർട്ടിസ്റ്റിൻ്റെ അല്ലേ, ശരീരം അങ്ങനെ ഇല്ലല്ലോ. ഞാനിപ്പോൾ അവസ്ഥ തന്നെ കേട്ടോ, കുറേ നാളെ ഞാൻ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞാനും നന്നായിട്ട് കഥയ്ക്കുന്നുണ്ട്. പിന്നെ ഇത് ജോഹർ കേട്ടോ, ജോഹറിനെ ഞാൻ പരിചയപ്പെടുത്തി തന്നിട്ടില്ല. ജോഹറാണ് ഇന്ന് ഫോട്ടോ എടുക്കണേ. ഞങ്ങൾ 1 വർഷം മുന്നേ കണ്ടതാണല്ലേ, ലേമറിഡേയിൽ ഒരു ഷൂട്ടിന് കണ്ടത്. അതെ, അതുകൊണ്ട് പിന്നെ ഇന്നാ ഞങ്ങൾ കാണണേ. അപ്പോൾ സോ നമ്മൾ തകർക്കത്തില്ലേ, നമ്മൾ ബ്ലാസ്റ്റ് ചെയ്യും, നമ്മൾ ഓണം ഷൂട്ട് എടുക്കാൻ വേണ്ടി പോകണേ. അപ്പോൾ സോ നമുക്ക് അവിടെ പോയിട്ട് ബാക്കി ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ വേഗം. വൈകി ഓൾറെഡി ലേറ്റാണ്. ഇതാണ് കേട്ടോ നമ്മുടെ ഫുൾ ഔട്ട്ഫിറ്റ്. കണ്ടോ, ജസ്റ്റ് ഈ ഒരു സെറ്റ് മുണ്ടാണ് കൊടുത്തേക്കണം, ബ്ലാക്ക്. അതിൻ്റെ കൂട്ടത്തിൽ ബ്ലാക്ക് നമ്മുടെ റെഡിമെയ്ഡ് ബ്ലൗസാണ് കേട്ടോ, വിസ്റ്റാറിൽ നിന്ന് മേടിച്ച ബ്ലൗസ് വിട്ട് ഇതേ മുടി ഫുൾ എനിക്ക് വിബിനെ കേൾ ചെയ്ത് സെറ്റ് ചെയ്ത് തന്നു. പിന്നെ ഈ ഒരു അരളിപ്പൂവും കൂടി വെച്ചിട്ടാട്ടോ നമ്മുടെ ഫുൾ ലുക്ക്. പിന്നെ നമുക്ക് നാടൻ ലുക്കിന് ഒഴിച്ചു വിടാൻ പറ്റാത്ത കുപ്പിവള കണ്ടോ, കുപ്പിവളയും കൂടി ഇട്ടിട്ടാണ് നമ്മളിന്ന് സ്റ്റൈൽ ചെയ്തേക്കുന്നത്. സോ നമുക്ക് ഫോട്ടോസ് എടുക്കാം. ഔട്ട്ഫിറ്റിലെ ഷൂട്ട് കഴിഞ്ഞു കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഔട്ട്ഫിറ്റാണ്. ഇനി നെക്സ്റ്റ് ഇല്ലേ, സ്കേർട്ടും ഒരു ബ്ലൗസും ദുപ്പട്ടയും കൂടി വരുന്ന ഒരു ഔട്ട്ഫിറ്റാട്ടോ. ഇവരിതേ ധൃതിക്ക് നിൽക്കുകയാണ്, ഇവരെയും ഔട്ട്ഫിറ്റ് ചേഞ്ച് ചെയ്തിട്ട് വിടണം. പിന്നെ ഇത്ര നേരം നമ്മളതേ ഇവനാണ് സഹായിച്ചത്, ഹെൽപ്പ് ചെയ്തതൊക്കെ നമ്മളെ ഫോട്ടോ എടുക്കാൻ വേണ്ടി. അവരാണ് ഫോട്ടോഗ്രാഫർ, അത് വേറെ കാര്യമല്ലേ. ജോഹറാണ് കേട്ടോ. ജോഹറിൻ്റെ പേജ് ഞാൻ എല്ലാം താഴത്ത് കൊടുക്കാം. ഞങ്ങൾ കഴിഞ്ഞൊരു ഷൂട്ടിന് കണ്ടാലേ ജോഹറെ ഇഷ്ടപ്പെട്ടു. എനിക്ക് ഔട്ട്ഫിറ്റ് ഇഷ്ടപ്പെട്ട അതാ, അല്ലെങ്കിൽ അവനങ്ങനെ പറയണം അല്ലേ, ശരിയാക്കും ഞാൻ. പിന്നെ അതെ ധനം ഉണ്ട്, അവനെ എനിക്ക് ബിഹൈൻഡ് ദ സീൻസ് നിങ്ങളിപ്പോൾ യൂട്യൂബിൽ കണ്ടില്ലേ, എന്നെ അവനെ കൂടിയുള്ള ഷോട്ട്, അതൊക്കെ എനിക്ക് ഇവനാട്ടോ ഹെൽപ്പ് ചെയ്തത്, എടുക്കാൻ വേണ്ടി സഹായിച്ചു. അപ്പം ഇനി നെക്സ്റ്റ് അടുത്ത ഔട്ട്ഫിറ്റ് ഇടണം. അത് കഴിഞ്ഞിട്ട് ഇവരെയും പറഞ്ഞു വിടണം, ഞങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് ഷൂട്ട് ചെയ്യണം. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് ഔട്ട്ഫിറ്റ് ഇട്ടെ കേട്ടോ. നെക്സ്റ്റ് ഔട്ട്ഫിറ്റിലേക്ക് ചേഞ്ച് ആയിട്ടോ. ഹെയർ ഒക്കെ ആണെങ്കിൽ തന്നെ കണ്ടില്ലേ, മറ്റേത് നമ്മൾ ജസ്റ്റ് പിന്നിട്ട് താഴത്തെ അരളിപ്പൂ വെച്ചിരുന്നെങ്കിൽ ഇത് ഫുൾ എനിക്ക് അരളിയും അതുപോലെ തന്നെ തുളസിയും കൂടി എനിക്ക് വിബിനെ ഹെയർ ചെയ്ത് തന്നു. അവരൊക്കെ പോയി. പിന്നെ നമ്മുടെ ഈ ഒരു കഴിഞ്ഞ ദിവസം ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഈ ഒരു നെക്ക് പീസ് എടുത്തിട്ട് സ്റ്റൈൽ ചെയ്തു, ഈ ഒരു ചെറിയൊരു സ്റ്റഡിൻ്റെ കൂട്ടത്തിൽ. പിന്നെ വളയാണെങ്കിലും അതുപോലെ തന്നെ മെറൂണും ഗ്രീനും കൂടിയുള്ള വള ചേർത്ത് കുന്തൻ്റെ സൈഡിൽ 2 പീസും കൂടി അങ്ങനെ ആഡ് ചെയ്തു കേട്ടോ. എനിക്ക് ടോട്ടലി ഈ ഒരു ഫുൾ ലുക്ക് കംപ്ലീറ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ അത് മാത്രമല്ല അതെ ജോറിൻ്റെ കൂടെ ഒരാളും കൂടി ജോയിൻ ചെയ്തു കേട്ടോ, തഷ്രീഫ്. എന്തൊരു നല്ല പേരാണല്ലോ ഇവർക്കൊക്കെ, തഷ്രീഫ്, ജോഹർ. ഞാൻ പാലിക്കണം. സോ എൻ്റെ പേര് ശരണ്യ. പക്ഷെ എനിക്ക് എൻ്റെ പേര് ഇഷ്ടമാണ്, എന്നാലും എന്താ പറയുക, ഭയങ്കര പഞ്ച് ഇവരുടെയൊക്കെ നെയിം കൊള്ളാം എന്തായാലും. അപ്പോൾ എനിക്ക് തഷ്രീഫ് ഇടയ്ക്ക് ബിഹൈൻഡ് ദ സീൻസ് ഒക്കെ എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെ ഈ ഒരു ഫുൾ ലുക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ്. ഹിൽ പാലസിൻ്റെ ഒരു കോർണറിലേക്ക് എത്തിയിട്ടോ. താഴത്തെ ഭാഗത്ത് സൈഡിലായിട്ടുള്ള ഒരു സ്പേസ് ആണിത്. നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാൻ സാധ്യതയുണ്ട് കേട്ടോ. കാരണം വേറൊന്നുമല്ല, ഇത് കുറേ ഫോട്ടോഗ്രാഫേഴ്സും അതുപോലെ തന്നെ വ്ളോഗേഴ്സ് ആയിക്കോട്ടെ വന്ന് പോപ്പുലർ ആക്കിയേക്കണ ഒരു പ്ലേസ് ആണിത്. നമുക്ക് വന്നിട്ട് അത്യാവശ്യം ചില്ല് ചെയ്തിരിക്കാനും ഒക്കെ അടിപൊളിയായിട്ടോ കേട്ടോ. ഫ്രണ്ട്സിൻ്റെ കൂടെ വന്ന് ചില്ല് ചെയ്യാനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണിത്. പിന്നെ എനിക്ക് ഇതിൻ്റെ ഏറ്റവും ഇഷ്ടമില്ലേ കണ്ടോ, ഇതിൻ്റെ ആ ഒരു സ്ട്രക്ചറും പിന്നെ ഒരു പക്ക ഒരു വിൻറ്റേജ് ലുക്കാണല്ലോ ഇവിടെ മുഴുവൻ. അതെ കേട്ടോ, ആൻറ്റിക് ഒരു വിൻറ്റേജ് അങ്ങനത്തെ ഒരു ഭയങ്കര ഒരു എന്താ പറയുക, പണ്ടത്തെ ഒരു തനിമ വിളിച്ചോതുന്ന ടൈപ്പ് എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെയാണ്. നമുക്കറിയാം പാലസ് ആണല്ലേ. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇപ്പോൾ അതേ ഷൂട്ട് എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ.
ഓൾമോസ്റ്റ് എല്ലാവരും വന്ന് എടുക്കുന്ന ഒരു പ്ലേസ് ആട്ടോ ഇത്. ഞാൻ അതുകൊണ്ട് തന്നെ ആദ്യം അപ്പുറത്തേക്കാണ് പോയി ഷൂട്ട് ചെയ്തത്, പിന്നെയാണ് ലാസ്റ്റ് ഇങ്ങോട്ട് വന്ന് ഇവിടെ നിന്ന് 2 ക്ലിക്ക് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇവിടെ ഇന്ന് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെക്കൻഡ് ലുക്കാണല്ലേ, ഞാൻ പറഞ്ഞില്ലേ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്തായിരുന്നല്ലേ. സെക്കൻഡ് ലുക്കാണിത്. ഇവിടെ ഇന്ന് കുറച്ച് പിക്ചേഴ്സും റീൽസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അടുത്ത സ്പോട്ടിലേക്ക് പോട്ടെ. മിക്കവാറും ഇതും കൂടി കൊണ്ട് കാറ്റ് തീരാനായിട്ടോ ഏകദേശം. 2ാമത്തെ ഔട്ട്ഫിറ്റായി, കുറേ നേരമായി ഷൂട്ട് തുടങ്ങിയിട്ട്. ഇനിയിപ്പോൾ ഈ ഒരു ഔട്ട്ഫിറ്റും കൂടെ 2 ഔട്ട്ഫിറ്റേ ഉള്ളൂ. ആ കൂടി ഇത് കഴിഞ്ഞിട്ട് മിക്കവാറും ഷൂട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നമ്മളുടെ ഇന്നത്തെ ഓണം ഷൂട്ട് ഇത് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സത്യം പറയാലോ നന്നായിട്ട് വിശക്കുന്നുണ്ട് കേട്ടോ. നിനക്ക് വിശക്കല്ലേടാ? നമുക്ക് വല്ലതും കഴിക്കാം കേട്ടോ, കഴിച്ചിട്ട് പോവാം നമുക്ക്. കനത്തിൽ നമുക്ക് കഴിക്കാം എന്തായാലും. അപ്പോൾ ഇതേ താഴത്തേക്ക് പോട്ടെ. ഞങ്ങളിപ്പോൾ നിൽക്കണ പോർഷനിന്നില്ലേ താഴത്തേക്കില്ലേ ഒരു 1.5 കിലോമീറ്റർ നടക്കാനുണ്ട്. അത് ഈ താഴ്ചയും ഇറക്കവും സ്റ്റെപ്പും ഇവിടെ വന്നാൽ അങ്ങനെയാട്ടോ. നമുക്കിപ്പോൾ ഒരു ദിവസം ഒരു 3 ഔട്ട്ഫിറ്റ് 4 ഔട്ട്ഫിറ്റൊക്കെ ഷൂട്ട് ചെയ്യണമെങ്കിൽ രാവിലെ ഇങ്ങ് പോന്നാൽ മതി, വൈകുന്നേരം ഇറങ്ങിയാൽ മതി. അത്രയും സമയം നമുക്കിവിടെ ഷൂട്ട് ചെയ്യാൻ മാത്രം ഉണ്ട്. ഇവിടെ അത്രയും ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ നല്ല രസത്തിൽ തന്നെയാട്ടോ ഉള്ളത്. അവനിപ്പോൾ ട്രഡീഷണൽ വെയർ ഒക്കെ എടുക്കുകയാണെങ്കിലേ കുറേ നിങ്ങൾക്ക് സ്പോർട്സ് ഉണ്ട്. ട്രഡീഷണൽ എടുക്കുകയാണെങ്കിൽ ജോഹർ പറഞ്ഞു ഇവിടെ അത്യാവശ്യം മോഡേണും അങ്ങനത്തെ ഒരു വിൻറ്റേജ് ലുക്കുള്ള സാധനങ്ങളൊക്കെ എടുക്കാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി സൂൺ നമ്മൾ വരുന്നതായിരിക്കും അല്ലേ വിൻറ്റേജ് ലുക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. ജോഹറിനെ പിടിക്കണം ഇനി. ജോഹർ പറയും ശരണ്യ ഒന്ന് ഒഴിഞ്ഞു പോവുമോ, അതുവരെ ഞാൻ ഫോട്ടോ എടുപ്പിച്ചോണ്ടിരിക്കും. ആ എനിക്കാണെങ്കിൽ ഫോട്ടോ എടുപ്പിക്കാൻ ഭയങ്കര ഭ്രാന്തവനാണെങ്കിൽ ഫോട്ടോ എടുക്കാനും ഭ്രാന്താട്ടോ. പിന്നെ എന്തായാലും നമുക്ക് സെറ്റാണ് പിന്നെ. അപ്പോൾ അതേ താഴത്തേക്ക് പോട്ടെ, കുറേ നടക്കാനുണ്ട് കേട്ടോ. ഈ ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഞാൻ ഇനി താഴത്ത് വരെ പോകണം. ഒന്നും പറയണ്ട, ക്ഷീണിച്ചു. ഇന്നലെ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഏകദേശം 5 മണി 5:30 ആയിട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഔട്ടർ എടുക്കണം എന്നുള്ള ചിന്തയൊന്നും പോയില്ല. എങ്ങനെയെങ്കിലും ഈ സംഭവങ്ങളൊക്കെ മാറ്റി ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി ഫ്രീ ആയിട്ട് കിടന്ന് ഉറങ്ങണം എന്നേ ഉണ്ടായിരുന്നുള്ളൂ. നന്നായിട്ടൊന്ന് കുളിച്ചിട്ട് ഞാൻ കിടന്ന് ഉറങ്ങാട്ടോ ചെയ്ത്. അപ്പോൾ ഞാൻ ഓർത്ത് ഓക്കെ വീഡിയോ ഫുട്ടേജ് എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് ഞാൻ ഔട്ടർ എടുത്തിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലായത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അത് മാത്രമല്ല അതിലേതെങ്കിലും ഔട്ട്ഫിറ്റൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇപ്രാവശ്യം ഓണത്തിന് അതുപോലത്തെ ഔട്ട്ഫിറ്റ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഇന്നലെ ചെയ്ത ഹെയർ ലുക്ക് ആണെങ്കിലും ഭയങ്കര സൂപ്പർബായിരുന്നു. കേൾ ചെയ്തിട്ട് ജസ്റ്റ് പിന്നപ്പ് ചെയ്ത് വെച്ചതല്ലോ കേട്ടോ. ഭയങ്കര ഒരു മെസ്സി ആയിട്ടുള്ള ലുക്കായിരുന്നു. അത് സെറ്റ് മുണ്ടിൻ്റെ കൂടെ നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ഡ്രസ്സിൻ്റെ കൂടെ ആണെങ്കിൽ നമ്മളുടെ ആ ഒരു സ്കേർട്ട് ടോപ്പ് ദുപ്പട്ടയുടെ കൂടെ നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ നിങ്ങൾ ഇപ്രാവശ്യം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ അയച്ചു തരണം കേട്ടോ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോ അടിപൊളി ഓണം വീഡിയോ ആയിട്ട് കാണാം. അടുത്ത നമ്മുടെ ഓണപ്പുടവ സീരീസിലെ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ 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 ബൈ.